ബുർജ് ഖലീഫയുടെ അടിത്തട്ടിൽ ബുർജ് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന 272 മീറ്റർ ഉയരമുള്ള ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമായ ദുബായ് ഫൗണ്ടൻ ബ്രോഡ് വാക്കിനെയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ സവിശേഷ ആകർഷണം സന്ദർശകർക്ക് ദുബായ് ഫൗണ്ടേഷൻ ഷോയുടെ ഒരു അടുത്ത കാഴ്ച തന്നെയാണ് നൽകുന്നത്. ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും വെറും 9 മീറ്റർ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സംഗീതത്തോടൊപ്പം അവതരിപ്പിക്കുന്ന ലൈറ്റ് ഡിസ്പ്ലേ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതാണ് ബ്രോഡ് വാക്ക് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിലെ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു വരാം. ഇത് ഒരു റബ്ബറിൻ്റെ മാതിരിയുള്ള ഒരു സംഭവമാണ്. വെള്ളത്തിൽ പൊങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നിങ്ങനെ വന്ന് ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടനും ഇതുപോലെ തന്നെ കണ്ടോ, ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്നുകൂടെ അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റും. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബുർജ് ഖലീഫയിൽ 2 തവണ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പുറത്തു നിന്നുള്ള ഇങ്ങനെയുള്ള കാഴ്ചകൾ. ഇതുപോലത്തെ മ്യൂസിക്കൽ ഫൗണ്ടനും എല്ലാം ഇതുപോലത്തെ ഇത് ഭയങ്കര ഒരു പ്രത്യേക ഒരു രസമാണ് ഇങ്ങനെ കണ്ട് നിൽക്കുക എന്നുള്ളത്. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, പക്ഷേ ആ ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലൊരു കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരേ സമയം 3 സ്ഥലത്താണ് ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഇതുപോലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ആസ്വദിക്കാൻ പറ്റും. ചുറ്റിനും നിന്നുകൊണ്ട് നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ വീക്ക് ഡേയിലാണ് പോയത്. എങ്കിൽ കൂടെ അവിടെ തിക്കും തിരക്കുമായിരുന്നു, അത്രയ്ക്ക് റഷായിരുന്നു. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു വീക്ക് ഡേ പോലും, സാധാരണ വീക്കെൻഡിലാണ് അത്രയും റഷ് ഉണ്ടാവുന്നത്, വീക്ക് ഡേയ്സിൽ പോലും ഇത്രയും റഷ് ഉണ്ടെങ്കിൽ അത് ആൾക്കാർ എത്രമാത്രം ആകർഷിക്കുന്നു. ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ആൾക്കാർക്ക് മനസ്സ് നിറഞ്ഞിങ്ങനെ ഒരു മ്യൂസിക്കൽ ഷോസ് കാണാനും ഈ ഒരു പ്രത്യേക ഒരു സംഭവങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നതല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ നമ്മളിങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ ഒരു കാര്യം കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ഇത് അവിടെ നിന്നവരുടെ ദേഹത്ത് മൊത്തവും വെള്ളം തെറിച്ചതാണ് ആ കണ്ടത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ പ്രഷർ അനുസരിച്ചിട്ട് നമ്മൾ ആ ബ്രോഡ് വാക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഏറ്റവും അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഈ വെള്ളത്തിൻ്റെ പ്രഷർ അനുസരിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ദേഹത്തൂടെ നമുക്ക് തെറിച്ച് വീഴും ഈ വെള്ളമൊക്കെ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ചില സമയം അവിടെ തന്നെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുളിച്ചിട്ടൂടെ വരാം. അങ്ങനത്തെ രീതിയിലാണ് വെള്ളം വന്ന് വീഴുന്നത്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. ചുറ്റിനും, അതായത് ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെ മാത്രമല്ല, ചുറ്റിനും ലൈറ്റ്, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഫൗണ്ടന്, അങ്ങനെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു കാഴ്ച. ആദ്യമായിട്ട് ദുബായ് വരുന്നവർക്ക് ഇത് കാണുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇവിടെ പോയി ഇങ്ങനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാ ടെൻഷനുകളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഇവിടെ ഒരു 10 മിനിറ്റ് നിൽക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ആകെപ്പാടെ ഉള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്നാൽ കൂടെ നമ്മൾ ഈ ഒരു ഫൗണ്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അത്രയ്ക്ക് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ മെട്രോ വഴിയാണ്, റാഷിദയിൽ നിന്ന് ഞങ്ങൾ മെട്രോ വഴിയാണ് അവിടെ എത്തിയത്. മെട്രോയിൽ പോകുന്നതാണ് ഈസി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടൻ്റെ അടുത്തോട്ട് പോകാൻ വളരെ ഈസിയാണ്. കുറച്ചൊന്നും നടക്കണമെന്നേ ഉള്ളൂ. പിന്നെന്താണ്, വിസിറ്റേഴ്സിന് വരുന്നവർക്കും നമുക്ക് തന്നെയും ഓരോ തവണ ചെല്ലുമ്പോഴും പുതിയ അനുഭവമാണ് ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ എന്ന് പറയുന്നത്. കാരണം ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഇവരിത് ഡിസ്പ്ലേ ചെയ്യുന്നതും ആ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും അവിടെ ചെല്ലുന്നവർക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇത് സമ്മാനിക്കുന്നത്. അപ്പോൾ കഴിവുള്ളവരൊക്കെ പോവുക, ആസ്വദിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.